ഹലോ നമസ്കാരം. അപ്പം നമ്മളുടെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പം നമ്മൾ തേർഡ് ഡേ രാവിലെ നേരത്തെ എണീറ്റ് പോയിട്ടോ. എന്താ വെച്ചാൽ ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. നുങ് വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ ചെന്നു, അവിടെ എത്തി. ഇത് ഞാൻ ബാലിയിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കണ്ടു കേട്ടോ. അവർ പൂജ ചെയ്തിട്ട് വെക്കുന്നതാണ്. അപ്പം വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടുള്ള എൻട്രിയിൽ ഉണ്ടായിരുന്നതാണ് അത്. അതിൽ സ്വീറ്റും ഫ്ലവേഴ്സും ഒരു ചന്ദനത്തിരി പോലെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നുങ് വാട്ടർഫാൾസ് അധികം ഒരു ടൂറിസ്റ്റിയോ തിരക്കോ ബഹളമൊന്നുമുള്ള സ്ഥലമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പീസ്ഫുള്ളി അങ്ങടേക്ക് പോകാനും വരാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കയറി ഇറങ്ങൽ ഇത്തിരി അധ്വാനമുള്ള പണിയാണ്. നല്ല രസമുള്ള വഴിയൊക്കെയാണ്, പക്ഷെ വലിയ സ്റ്റെപ്സാണ്, ഭയങ്കര ഹൈറ്റാണ്. നമ്മളുടെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് കുറച്ചേ ഉള്ളൂ, കൂടുതലും ഹൈറ്റ് കൂടിയ സ്റ്റെപ്സ്. അതും താഴേക്ക് എത്തുന്തോറും താഴെയാണ് കേട്ടോ വാട്ടർഫാൾസ്. അപ്പോൾ താഴേക്ക് എത്തുന്തോറും സ്റ്റെപ്സിൻ്റെ ഹൈറ്റും ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് നമുക്ക് ഇങ്ങനെ നടക്കാം. പിന്നെ എൻ്റെ കസിൻ ഉണ്ടല്ലോ നിധി, അവൻ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ വീഡിയോ കണ്ടിട്ടും കൂടെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്തായാലും പോകണം എന്നുള്ളത്. അപ്പം അവനിങ്ങനെ ആദ്യം വന്നതിൻ്റെ ഒരു അഹങ്കാരം ചില്ലറയൊന്നും അല്ലായിരുന്നു. അപ്പം അങ്ങനെ പതുക്കനെ അവിടെ പോകുന്നു, നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി, കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കുറേ ആളുകൾ അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡ്രസ്സൊക്കെ കരുതി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ പറഞ്ഞാൽ അധികമൊന്നും ഇല്ല കേട്ടോ. ആകെ 8-10 ആളുകളെയാണ് ഈ സ്ഥലത്ത് നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഗ്രീനും നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും മൊത്തത്തിൽ നമുക്കിങ്ങനെ ഒരു സുഖം തോന്നുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് ബാലി ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലം ഈ നുങ് വാട്ടർഫാൾസ് ആണ്. ഭയങ്കര ഹൈറ്റൊക്കെയാണ്, ഒരു വല്ലാത്ത രസമാണ്. അപ്പം ബാലി വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥലം എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഇതിനു മുമ്പ് നമ്മൾ കണ്ട GVK കൾച്ചറൽ സെൻറ്ററും ഉളുവാട്ടു ടെമ്പിളും കേച്ചക് ഡാൻസും അതൊക്കെ ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്. കേച്ചക് ഡാൻസ് ആണ് എനിക്ക് വേറെ പിന്നെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. ടെമ്പിളൊക്കെ എന്താ വെച്ചാൽ നമ്മളെ ഉള്ളിൽ കയറ്റാത്തത് കൊണ്ട് എനിക്ക് അത്ര പുറത്തുനിന്ന് ഫോട്ടോ എടുത്ത് വരാനല്ലേ പറ്റുള്ളൂ എന്നുള്ളൊരു സങ്കടം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഇത് പ്രത്യേകിച്ച് പ്രകൃതി ഇഷ്ടമുള്ള ആൾക്കാർ, പച്ചയും വെള്ളച്ചാട്ടവും ആ ശബ്ദവും ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ സ്ഥലത്തുനിന്ന് പോരാനേ തോന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളും കൂടെ കണ്ട് തീർക്കണമല്ലോ. ഇന്നൊരു കുറേ പ്ലാൻസ് ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ അത് കാരണം നമുക്ക് അവിടുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പോരേണ്ടി വന്നു. നമുക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന സമയവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സമയത്തിനേക്കാൾ കുറച്ച് കൂടുതൽ സമയം, ഒരു ½ ആൻ അവർ കൂടുതൽ എടുക്കുകയും ചെയ്തു. അപ്പോൾ അത് കാരണം ഇവിടെ നമ്മളൊരു ½ ആൻ അവർ കുറയ്ക്കേണ്ടി വന്നു പോവാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറേ ഫോട്ടോസ് എടുത്തും കുറേ വീഡിയോസ് എടുത്തും. പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ ഇവിടുന്ന് പോകാനേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് വേറെ പണി കിട്ടി ഇൻ ദ സെൻസ് ജോലി കിട്ടി. അവിടെ വന്ന കപ്പിൾസിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കലൊക്കെ. അപ്പം എൻ്റെ കസിനൊക്കെ എന്നെ കളിയാക്കിയായിരുന്നു, ചേച്ചിക്ക് ചെറിയൊരു സങ്കടമില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇല്ല, ഞാൻ വളരെ ഹാപ്പിലി സിംഗിളാണ്. അപ്പം പക്ഷേ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ, ഫോട്ടോസ് എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ കപ്പിൾസിന് ഫോട്ടോ എടുത്ത് കൊടുത്തു ആക്ച്വലി ഇത്തവണ ബാലി പോയിട്ട്. അത് കഴിഞ്ഞിട്ട് നുങ് നമ്മൾ തിരിച്ചു കയറുകയാണ്. തിരിച്ചു കയറൽ അമ്മേ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് മേലെത്തി നേരെ അവിടെ കണ്ടൊരു കടയിൽ കയറി ഇളനീര് കുടിച്ചു. പിന്നെ ബാക്കി എല്ലാം അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇളനീര് കുടിച്ചു. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആ സമയത്ത് കിട്ടലിത്തിരി പാടാണല്ലോ, വളരെ നേരത്തെയൊക്കെ എഴുന്നേറ്റ് പോരുമ്പോൾ. അതുകൊണ്ട് ഈ ബാലി ട്രിപ്പ് മുഴുവൻ സേഫ്റ്റിക്ക് കയ്യിലുണ്ടായിരുന്നത് യോഗട്ട് മേടിച്ചിട്ടാണ് കൂടുതലും ജീവിച്ചത്. പിന്നെ ടെൻഡർ കോക്കനട്ടും കാണുന്ന സ്ഥലത്തു നിന്നൊക്കെ വാങ്ങി കുടിച്ചിട്ട് സൺസ്ക്രീനും ഞാൻ ഇന്നലെയും പറഞ്ഞുവല്ലോ, സൺസ്ക്രീനിൽ കുളിച്ചാണ് നടന്നത്. ബാലി ബോട്ടാണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പം അങ്ങനെ നുങ് നമ്മൾ അടുത്തത് വന്നത് ഇവിടെ ഈ ബാലി സ്വിങ്ങിലേക്കാണ്. അവിടെ കുറേ പേരുണ്ടായിരുന്നു ഓൾറെഡി ഫോട്ടോ എടുക്കാൻ വെയിറ്റിംഗ് ആയിട്ട്. പിന്നെ സ്വിങ്ങിൽ നമ്മളെ അങ്ങനെ ആടാനൊന്നും അധികം സമ്മതിക്കില്ല. എല്ലാവർക്കും 2 minutes ആണ് ആകെ കിട്ടുള്ളൂ. അതിന് 6,50,000 ആവും. പിന്നെ ഫോട്ടോഗ്രാഫർക്ക് ഒരു എക്സ്ട്രാ പൈസ, ഡ്രസ്സിന് എക്സ്ട്രാ പൈസ, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നെക്സ്റ്റ് ടൈം ബാലി വരുമ്പോൾ നോക്കാം എന്നുള്ള പോലെ. വെറുതെ ഒരു ഫോട്ടോന് വേണ്ടിയിട്ട് അവിടെ അത്ര സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നിയില്ല, അതാണൊരു കാര്യം. അപ്പം വിശന്നപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും ഒരു താൽക്കാലിക ആശ്വാസത്തിന് ഒരു നൂഡിൽസ് വാങ്ങി കഴിച്ച് നമ്മൾ ഒപ്പിച്ചു. അവിടുന്ന് നമ്മൾ നേരെ പോയത്, ഞാൻ പണ്ട് കൊച്ചിയിൽ കോപ്പി ലുവാക്ക് എന്ന് പറയുന്ന കോഫി വന്ന സമയത്ത് അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
പനമ്പള്ളി നഗർ ഒരു കഫേയിൽ കിട്ടുമായിരുന്നു. അപ്പം അത് ഉണ്ടാക്കുന്നത് സിവറ്റ് ക്യാറ്റിൻ്റെ പൂപ്പ് എന്നാണല്ലോ അത് ഉണ്ടാവുന്നത്. അപ്പം ആ ക്യാറ്റിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോയത്. അപ്പോൾ അവർ ആ ഫുൾ പ്രോസസ്സ് കാണിച്ചു തന്നു. ആദ്യം ഇങ്ങനെ പറയുമ്പോൾ ഒരു ലേശം അയ്യോ ആ കപ്പി എങ്ങനെ കുടിക്കുക എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രോസസ്സ് ഫുൾ കണ്ടു കഴിഞ്ഞപ്പം ഓക്കെ അപ്പോൾ ഇത്ര ക്ലീൻ ആയിട്ടാണല്ലേ വരണല്ലേ, അങ്ങനെ ആയിരിക്കും എന്തായാലും. പക്ഷേ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ചിന്ത വരുമല്ലോ. അപ്പം ആ ഒരു ഫുൾ പ്രോസസ്സ് ഒരാളെ നിന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇതൊക്കെയാണ് കോഫി, അത് ഫൈനൽ അതിൻ്റെ ഒരു റോസ്റ്റഡ് ബീൻസ് ആക്കിയിട്ടാണ്. നമുക്ക് ബീൻസ് ആക്കിയിട്ടും വാങ്ങിക്കാൻ പറ്റും, പൗഡർ ആക്കിയിട്ടും വാങ്ങിക്കാൻ പറ്റും. അവിടെ ഒരു നല്ല ചന്തമുള്ള അമ്മൂമ്മ ഉണ്ട് കേട്ടോ, ഇരുന്നിങ്ങനെ റോസ്റ്റ്. ഞാനിവിടെ വന്ന എല്ലാവരെയും അമ്മമ്മ ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ ലേഡിയാണ് കേട്ടോ അത് റോസ്റ്റ് ചെയ്യുന്നത് അവിടെ ഇരുന്നിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ അങ്ങനത്തെ സ്റ്റാഫാന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇതാണ് ആ പ്രോസസ്സ് എന്ന് കാണിച്ചു തരുന്നതാണ് നമുക്ക്. അതല്ലാണ്ട് ആക്ച്വലി ഉണ്ടാക്കുന്ന സ്പേസ് അല്ല. ആക്ച്വലി ഉണ്ടാക്കുന്ന സ്പേസും അല്ലെങ്കിൽ ഈ സിവറ്റ് ക്യാറ്റിനെ ഒന്നും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ആ ക്യാറ്റ് ഇതാണ് ഈ സിവറ്റ് ക്യാറ്റ്. ഇത് കഴിച്ചിട്ട് അതിന്നാണ് നമ്മൾ, അതിൻ്റെ പൂപ്പാണ് നമ്മൾ കോഫി ബീൻസ് അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഓടൊക്കെ പുറത്തേക്ക് വരും. എന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നതെന്നാണ് അവർ പറഞ്ഞു തന്നത്. അവിടെ ഇരുന്ന് നമുക്ക് ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാനും ഒക്കെ അവർ നമുക്ക് ഒരു സ്പേസ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ സ്പേസാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. നമ്മുടെ പാടത്തിൻ്റെയൊക്കെ നടുക്ക് ഒരു പഴയ ഓപ്പൺ കള്ളുഷാപ്പൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ആംബിയൻസ് ആയിരുന്നു. നല്ല ക്ലൈമറ്റും ആയിരുന്നു അന്ന്. നല്ല രസമുള്ള, വലിയ ചൂടുമില്ല വലിയ തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു സമയമായിരുന്നു അവിടെ. ഡിഫറെൻറ്റ് ഫ്ലേവേർഡ് ചായകളാണ് ഇതൊക്കെ. അത് മുഴുവൻ നമുക്ക് ട്രൈ ചെയ്യാൻ തരും. പിന്നെ കോഫി ആണെങ്കിലും കോപ്പിലുവ കോഫി ആണെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാൻ തരും. അപ്പം ഞാൻ അവിടുന്ന് വരുമ്പം അവിടുത്തെ ഒരു സ്പെഷ്യൽ കോഫി മേടിക്കുകയും ചെയ്തു. ഈ ചായ മുഴുവൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്തെന്ന് മാത്രം. ഈ ചിപ്സിനൊരു ഭയങ്കര സ്വാദ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ബനാന ചിപ്സ് അടിപൊളിയാണെങ്കിലും എന്തോ ഒരു പ്രത്യേകത ഈ ചിപ്സിനുണ്ടായിരുന്നു. എന്നിട്ട് അപ്പുറത്തെ ടേബിളിലെ ആൾക്കാർ കോഫി പൗഡർ മേടിക്കാൻ പോയ സമയത്ത് ആ ടേബിളിലെ ചിപ്സും കൂടെ നമ്മൾ അടിച്ചു മാറ്റി കഴിച്ചിട്ടുണ്ടായിരുന്നു. മുന്തിരിയാണോ? Yes. Try this herbal. പച്ചമഞ്ഞൾ. അതെ. നമ്മളെ നടുവേട്ടം പാടം പോലെ ഉണ്ടെന്ന്. സത്യം പറയുന്നത് നടുവട്ടത്തല്ലേ, നിങ്ങൾ പാലി ചുമ്മാ പറയല്ലേ. എവിടെ നടുവട്ടം വിട്ടു നടുവേട്ടല്ലോ. 5 ലക്ഷം പൊട്ടിച്ചിരിക്കുക. 5 lakhs. എന്താ വാങ്ങിയതൊന്ന് കാണിക്കുക. 5 ലക്ഷത്തിന് ഒരു കാപ്പിപ്പൊടി വാങ്ങിയതാ. 5 ലക്ഷം. നമ്മൾ കോപ്പി ലുവാക്ക് ഒറിജിനൽ കാപ്പിപ്പൊടിയൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് മങ്കി ഫോറസ്റ്റിലേക്കാണ്. മങ്കി ഫോറസ്റ്റിൽ എൻട്രി ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് ഓപ്പൺ ടിക്കറ്റ് എടുക്കുക ചെയ്തത്. വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നിറയെ ആളുകൾ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ കൗണ്ടറിൽ അങ്ങനെ വലിയ തിരക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. മങ്കി ഫോറസ്റ്റിലും ഞാൻ കുറച്ച് പേടിച്ചിട്ടാണ് പോയേട്ടോ. ഇന്നലത്തെ ആ ഉലുവാട്ടു ടെമ്പിളിലെ മങ്കീസ് ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ആൾക്കാരുടെ കണ്ണടിയും തൊപ്പിയും കമ്മലും ഒക്കെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉലുവാട്ടു ടെമ്പിളിലെ കുരങ്ങന്മാർ ഭയങ്കര വികൃതി കുരങ്ങന്മാർ കേട്ടോ. അവിടുത്തെ ഗൈഡ്സ് അത് തിരിച്ച് മേടിച്ചു തരും. ചിലതൊക്കെ തിരിച്ച് കിട്ടും, ചിലത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കൊടുത്താൽ അവർ നമുക്ക് തിരിച്ചു തരും. പക്ഷേ ഇവിടുത്തെ കുരങ്ങന്മാർ, ആ പേടി എനിക്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത് കയറിയപ്പം. ഒരു നല്ല ഫിയർ ഉണ്ടായിരുന്നു എനിക്ക് പൊതുവേ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കാണുക എന്നല്ലാണ്ട് അവരെയൊന്നും ഇങ്ങനെ കൂട്ടിലിട്ട് ശ്വാസം മുട്ടിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഈ മങ്കി ഫോറസ്റ്റിൽ അങ്ങനെ അവരെ കൂട്ടിലിട്ട പോലെ എനിക്ക് തോന്നി. അപ്പം ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറി. ബ്യൂട്ടിഫുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കയറുന്ന സ്ഥലമൊക്കെ നല്ല ഭംഗി തന്നെയാണ്. കുറേ നടക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ബാലിയിലല്ല, നമ്മൾ എവിടെ ട്രാവൽ ചെയ്യാൻ പോയാലും കുറേ നടക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാനുണ്ട്. കുറേ മങ്കീസ് നമ്മളെ അടുത്ത് കൂടെയൊക്കെ വരും. നമ്മളുടെ അടുത്ത് അങ്ങനെ ഇൻട്രാക്ട് ചെയ്തില്ല. എൻ്റെ കൂടെയുള്ള ലവ്ലിൻ്റെ അടുത്തായിരുന്നു പിന്നെ ഒരു മേത്ത് കൂടെയും ഷോൾഡറിൽ കൂടെയൊക്കെ ഒരെണ്ണം കയറിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് പേടിയുള്ള കാരണം ഞാനൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെ കുറേ കാണാം. ആളുകൾ ഫോട്ടോ എടുക്കുകയും ചില ആൾക്കാർ മേത്തിരുത്തുകയൊക്കെ ചെയ്യും. ഇവിടെ വേറെ മങ്കീസിനൊക്കെ മറവ് ചെയ്തൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. മരിച്ചുപോയ മങ്കീസിനൊക്കെ അവർ വളരെ ബഹുമാനത്തോടെയാണ് അടക്കം ചെയ്തിട്ടൊക്കെ ഉള്ളത്. അത് കാണാൻ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് കൊടുത്തത് കണ്ടപ്പോൾ.
മൊത്തത്തിൽ ഫുൾ ഗ്രീനും ഫുൾ മങ്കീസും ആയിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാവരും ഫോട്ടോ നമ്മളും അതെ ഫോട്ടോ ആയിട്ടുള്ള ഒരു സ്പേസ്. ഇവിടെയും നമ്മൾ പോരാ നേരത്ത് കുറച്ച് മങ്കീസ് ഒരു വയസ്സായ ഒരു ഗ്യാങ്ങിൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മിസ്ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ എന്തോ പാക്കറ്റ് പോലെ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് ചാടി പിടിച്ച് പിച്ചിപ്പറിച്ചിടുക എന്തോ ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഗ്രീനും കുറേ മരങ്ങളും ഇങ്ങനെ കുറേ വേരുകളും അതിൻ്റെ ഇടയിൽ കുറേ കരിങ്കല്ല് സാധനങ്ങൾ ചെയ്ത് കൊത്തിവെച്ച പോലത്തെ കുറേ സാധനങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിനകത്തും ഒരു അമ്പലമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മളെ കയറ്റില്ല. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് തന്നെയാണ് ഈ മങ്കി ഫോറസ്റ്റും. മങ്കി ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ നേരെ പോയത് ആർട്ട് മാർക്കറ്റിലേക്കാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടുത്തെ പാലസും, ഉബൂദ് പാലസും ഈ ആർട്ട് മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ അതൊരു ചെറിയ സ്പേസാണ്. അപ്പോൾ നമ്മളത് അകത്തുനിന്ന് കയറിയില്ല, പുറത്തുനിന്ന് അങ്ങോട്ട് കണ്ടിട്ട് നമ്മൾ നേരെ ആർട്ട് മാർക്കറ്റിലേക്ക് കയറുകയാണ് ചെയ്തത്. എന്താ വെച്ചാൽ നമുക്കൊക്കെ ഷോപ്പിംഗ് ആണല്ലോ കുറച്ച് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യും എന്നുള്ളത്. പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നു 6:30-7 മണി വരെ ഈ മാർക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് ക്ലോസ് ചെയ്തൊന്നുമില്ല. ചില കടകൾ ക്ലോസ് ചെയ്യുമായിരിക്കും. മേ ബി അന്ന് തിരക്കുണ്ടായിരുന്നതുകൊണ്ട് അവർ ക്ലോസ് ചെയ്യാത്തതുമായിരിക്കും, എനിക്കറിയില്ല. ജനറലി ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യും എന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ട് മാർക്കറ്റിൽ നിന്ന് എന്താ മേടിക്കേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് ഇത് വേണോ എന്നിങ്ങനെ ഫുൾ ചുറ്റിക്കറങ്ങലായിരുന്നു. പക്ഷേ ഈ കലിംബ എന്ന് പറയുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ അവിടെ കണ്ട് അവരോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ഞാൻ കണ്ടതും എക്സൈറ്റഡായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അപ്പം തന്നെ മേടിച്ചൊരു സാധനമാണത്. പിന്നെ അവിടെ ചെന്ന് ഇത്രയും നേരം ഇട്ടുകൊണ്ട് നടന്ന ഡ്രസ്സ്, എനിക്ക് അവിടെ വേറൊരു ഡ്രസ്സ് കണ്ട് ഇഷ്ടമായപ്പോൾ ഞാൻ അങ്ങനെ ആ ഡ്രസ്സ് ആ കടയിൽ നിന്ന് തന്നെ മേടിച്ച് ഞാൻ അപ്പം തന്നെ ഡ്രസ്സ് മാറ്റി അപ്പം തന്നെ ഇട്ട്. അങ്ങനെ ആർട്ട് മാർക്കറ്റ് കൂടെ തെണ്ടി തിരിഞ്ഞത് ഒരു കുപ്പായം മാത്രമല്ല ഫോട്ടോഷൂട്ടാണ്. ഒന്ന് കറങ്ങി നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി എങ്ങോട്ടും പോകാനുള്ള ആരോഗ്യം ഇല്ല. അപ്പം അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് ബാലി വീഡിയോയും ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണു. അപ്പം എനിക്കറിയാം ഞാൻ ഒരു ഇൻകംപ്ലീറ്റ് വീഡിയോ ആണ് ഇത് എന്നുള്ളത്. പക്ഷേ നെക്സ്റ്റ് കുറച്ചും കൂടെ ഞാൻ അത് ഒന്നും കൂടെ ശരിയാക്കാം. എനിക്ക് ആ ഒരു ബാക്ക് ടു ട്രാക്ക് കയറാൻ പറ്റിയിട്ടില്ല. എന്തായാലും കണ്ടുകൊണ്ടിരിക്കൂ. അടുത്ത വീഡിയോ നമുക്ക് പെട്ടെന്ന് ഇടാം.